ചെറിയൊരു കാര്യത്തിൽ ഡിസിഷൻ എടുക്കാൻ വേണ്ടി കുറച്ച് പ്രയാസപ്പെട്ടാണ്. എന്താണെന്ന് വെച്ചാൽ ഈ അടുത്തുണ്ടായ ഒരു സംഭവമായിരുന്നു. നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പാക്കേജിങ് മെറ്റീരിയൽസിന് വേണ്ടിയിട്ട് ഡൽഹിയിൽ നിന്ന് ഒരു ടീമിനെ നമ്മൾ കോൺടാക്റ്റ് ചെയ്തു. അങ്ങനെ അവരോട് സംസാരിച്ചു. വളരെ നല്ല രീതിയിലാണ് അവർ നമ്മോട് പെരുമാറിയത്. അങ്ങനെ പ്രൊഡക്റ്റൊക്കെ ഓർഡർ ചെയ്ത് 5 ദിവസത്തിന് ശേഷം ഡെലിവറി ബോയ് നമ്മളെ വിളിച്ച് പറഞ്ഞു ലൊക്കേഷനിലുണ്ട്, അങ്ങോട്ടേക്ക് വരാണ്ടി പറഞ്ഞു. പിന്നെ വീട്ടിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങി നോക്കിയപ്പോൾ അവിടെ ഒന്നും അവരെ കാണാനില്ല. അങ്ങനെ വീണ്ടും ആ നമ്പർക്ക് വിളിച്ച് ചോദിച്ചപ്പോൾ നിങ്ങൾ തന്ന അതേ ലൊക്കേഷനിൽ തന്നെ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ഞാനപ്പോൾ എൻ്റെ അടുത്ത് വന്ന മിസ്റ്റേക്കാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഞാൻ ഓർഡർ ചെയ്ത ഡെലിവറി അഡ്രസ്സ് എടുത്ത് നോക്കി. പ്രശ്നമൊന്നുമില്ല, കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ വീണ്ടും വിളിച്ച് അവരോട് പറഞ്ഞു ഞാൻ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്, നിങ്ങൾ എവിടെയാണുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മളടുത്ത് നിന്ന് 10 കിലോമീറ്റർ അപ്പുറത്താണ് അവരുള്ളത്. അങ്ങനെ ഞാൻ അങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞപ്പോൾ, ലൊക്കേഷനിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവരിങ്ങോട്ട് ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങോട്ട് വരാം, ഞങ്ങൾക്ക് വേറെ ഒരുപാട് ഡെലിവറി കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രൊഡക്റ്റിൻ്റെ പേയ്മെൻറ്റ് ഓൾറെഡി കൊടുത്തിട്ടുള്ളതാണ്. ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പേയ്മെൻറ്റ് ഓൾറെഡി കൊടുത്തു. മാത്രമല്ല ഇത് ബിഗ് ക്വാണ്ടിറ്റിയിൽ ബൾക്കായിട്ടാണ് നമ്മൾ എടുത്തത്. ആ ഒരു പ്രശ്നങ്ങളൊക്കെ തന്നെ നമുക്ക് അവരെ കൺവിൻസ് ചെയ്യേണ്ട ഒരു കാര്യം വന്നു. ഇതൊക്കെ കൊണ്ട് തന്നെ ഞാൻ ഈ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത ആ ബ്രാൻഡിനോട് ഒരു ബാഡ് ഇംപ്രഷൻ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ആവുകയാണ്. അവരറിയുന്നില്ല ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്. അവർ വളരെ നല്ല രീതിയിലാണ് എന്നോട് പെരുമാറിയത്. പക്ഷെ അവരറിയാതെ അവരെ ബ്രാൻഡിനോട് ഇങ്ങനെ ഒരു ബാഡ് ഇംപ്രഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ആവുകയാണ് ഈ ഡെലിവറി സർവീസിലൂടെ. ഇതൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ ബ്രാൻഡിലേക്ക് വരുമ്പോൾ കസ്റ്റമേഴ്സിന് വളരെ നല്ല രീതിയിൽ അവർക്ക് സ്യൂട്ടബിളായ നല്ല സർവീസോടുകൂടി എങ്ങനെയാണ് ഡെലിവറി ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് നമ്മളിങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.